സാഹസത്തിന്റെ പ്രൊമോഷനുമായിട്ട് ഇന്ന് എന്നോടൊപ്പം ചേരുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നരേൻ ചേട്ടനുണ്ട്, റംസാൻ ഉണ്ട്, ശബരി ചേട്ടനുണ്ട്, ഗൗരി ഉണ്ട്. എല്ലാവർക്കും വെൽക്കം. ഹായ്. അപ്പൊ ഓഗസ്റ്റ് 8-ാം തീയതി സിനിമ തിയേറ്റേഴ്സിലേക്ക് എത്താൻ പോവുകയാണ്. ഇതിനു മുമ്പ് ബിപിൻ കൃഷ്ണ സംവിധാനം ചെയ്തത് 21 ഗ്രാംസ് എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹിറ്റ് മൂവിയായിരുന്നു. അതൊരു ത്രില്ലർ ജോണറിലുള്ള സീരിയസ് പടമായിട്ടാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഇതിന്റെ പോസ്റ്റേഴ്സും പിന്നെ പരിപാടികളും നിങ്ങളുടെ ഒരു മൊത്തത്തിലുള്ള മൂഡും പാട്ടും ഒക്കെ കേട്ടിട്ട് ഇത് ഒരു കോമഡി ഡ്രാമയാണെന്നാണ് തോന്നുന്നത്. എന്താ ചേട്ടാ പടത്തിന്റെ ജോണർ? കോമഡി ഡ്രാമ. ഇതൊരു ഡാർക്ക് ഹ്യൂമർ ആണ്. ഡാർക്ക് ഹ്യൂമർ. ഓക്കെ, ഹ്യൂമർ ആണ്. ഫൺ ഫിൽഡ് ആയിട്ടുള്ള ഹ്യൂമർ. ദർ ഇസ് എ ത്രില്ലർ, ഒരു ചെറുതായിട്ടൊരു ആക്ഷൻ, എന്താ പറയാ, ഒരു ആക്ഷൻ പേസ്. ആക്ഷൻ പടാണോ അതുമല്ല, ഫൺ ഫിൽഡ് ഫിലിം എന്ന് പറയാം. ഞാൻ ആക്ച്വലി ഗൗരിക്ക് പല പല ക്യാരക്ടേഴ്സ്, ഗൗരിയുടെ ഒരു ഫിൽമോഗ്രഫിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ലിറ്റിൽ മിസ് റാവുത്തർ. അപ്പാർട്ട് ഫ്രം 96 എനിക്ക് ലിറ്റിൽ മിസ് റാവുത്തർ ഇഷ്ടമാണ്. പിന്നെ ലവ് അണ്ടർ കൺസ്ട്രക്ഷനും എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പൊ എവിടെയോ ഗൗരി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ആക്ഷൻ മൂവീസ് ചെയ്യാൻ ഇഷ്ടമാണെന്ന്. അപ്പൊ ഇതിലിപ്പോ ആക്ഷൻ ഇൻവോൾവ് ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അവസരം കിട്ടി? ഇതിൽ ആക്ഷൻ ഇൻവോൾവ് ആണ്, പക്ഷെ എന്റെ ക്യാരക്ടറിന് അങ്ങനെ ആക്ഷൻ ചെയ്യാനുള്ളൊരു സ്പേസ് ഇല്ലായിരുന്നു. എപ്പോഴെങ്കിലും ഒരു കംപ്ലീറ്റ്ലി ആക്ഷൻ ഡ്രിവൻ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ഡ്രാമ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ഇതില്. പക്ഷെ ബാക്കി എല്ലാവർക്കും ഭയങ്കര ആക്ഷൻ ആണ്. പറഞ്ഞ പോലെ ഒരു ഇറ്റ്സ് എ ഹാപ്പനിങ് ഫിലിം, ഫൺ ഫിൽഡ്. there's too much happening in the movie. അപ്പൊ ഒരു സെറ്റ് ജോണറിൽ അങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ഗ്രിപ്പിംഗ് ആയിരിക്കും, അത്ര എനിക്ക് പറയാം. നമ്മളെ ഇങ്ങനെ എഡ്ജ് ഓഫ് ദ സീറ്റിൽ കൊണ്ട് ഇരുത്തുന്ന ഒരു പടമായിരിക്കും. അതെ, പലവരുടെയും ട്രാക്സ് പോകുന്നുണ്ട്. അപ്പൊ നമ്മള് ആൻഡ് എവറിത്തിങ് ഗെറ്റ്സ് കണക്റ്റഡ് ടുവേർഡ്സ് ദി എൻഡ്. അപ്പൊ ആസ് എൻ ഓഡിയൻസ് അത് ഭയങ്കര ക്യൂരിയസ് ആയിട്ട്, ഓ ഇത് കണക്ട് ആയി. അപ്പം അങ്ങനെ ഒരു എൻഗേജിങ് ആയിട്ട് കാണാൻ പറ്റിയ ഒരു തിയേറ്ററിക്കൽ വാച്ച് ആയിരിക്കും സാഹസം. റംസാൻ ആക്ച്വലി ഇപ്പം പല വേഴ്സറ്റൈൽ ക്യാരക്ടേഴ്സിലും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം ഓഫീസർ ഓൺ ഡ്യൂട്ടി ആയിക്കോട്ടെ, റൈഫിൾ ക്ലബ് ആയിക്കോട്ടെ. അപ്പൊ ഈ സിനിമയിൽ ഇത്രയും വലിയൊരു ഹ്യൂജ് സ്റ്റാർ കാസ്റ്റ് ഉണ്ടെങ്കിലും ഇവരെല്ലാരും പറഞ്ഞു കേൾക്കുന്നത് റംസാനാണ് സിനിമയിലെ ഹീറോ, റംസാനാണ് സിനിമയിലെ ഹീറോ എന്നാണ്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ റംസാൻ? അല്ല, റംസാൻ അവ എന്നെ ഇങ്ങനെ കാണിച്ചു കൊടുന്നാ ചോദിച്ചത്. എളിമ, വിനയം അല്ല, കഥയുടെ പോയിന്റ് ഓഫ് വ്യൂല് തീർച്ചയായിട്ടും മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത് റംസാന്റെ ക്യാരക്ടർ. സോ ബേസിക്കലി എന്റെ ലൈഫിലായിരിക്കും ഈ പ്ലേ മൊത്തം നടക്കുന്നതും അതിലൂടെ ആയിരിക്കും കാര്യങ്ങളൊക്കെ പോകുന്നതും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ലീഡ് ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ സിനിമയിൽ ഈക്വൽ ആയിട്ട് എല്ലാവർക്കും നല്ല റോൾസ് ഉണ്ട്. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. എല്ലാവർക്കും പ്രോപ്പർ ആയിട്ടുള്ള സ്ക്രീൻ ടൈമും അവരുടെ ക്യാരക്ടറിന്റെ ഇമ്പോർട്ടൻസും എല്ലാം അറിയാൻ പറ്റും. പിന്നെ ഇത് എന്റെ ചുറ്റുപാട് നടക്കുന്നു, അല്ലെങ്കിൽ എന്നെ ചുറ്റിപ്പറ്റിയാണ് പരിപാടികൾ പോകുന്നതെന്ന് അറിയുമ്പോൾ ഐ ആം ദ ലീഡ്. അത്രേ ഉള്ളൂ. പിന്നെ ഈ വെസ്റ്റൈൽ ക്യാരക്ടർ എന്ന് പറയാനായിട്ട് ഞാൻ അധികം സിനിമ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ വളരെ കുറച്ച് സിനിമ ചെയ്തിട്ടുള്ളൂ. കുറച്ച് സിനിമയിൽ തന്നെ അല്ലേ എല്ലാം നോർത്ത് പോള് സൗത്ത് പോള്, അതെ അതെ അതെ, ഡിഫറെന്റ് ആയിട്ടുള്ള വേഷമാണ്. അങ്ങനെ ഇപ്പൊ വരുന്നുണ്ട് ബാക്കി. അതിങ്ങനെ ചൂസ് ചെയ്ത് എടുക്കുന്നതാണോ അപ്പം ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോഴും? നോ പറഞ്ഞിട്ടുണ്ട് സിനിമകൾക്ക്. പക്ഷെ എസ് പറയുന്ന സിനിമകൾ വരുമ്പോൾ ഓഫ് കോഴ്സ് ഇങ്ങനത്തെ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാനുള്ള ചാൻസസ് എപ്പോഴും കിട്ടണമെന്നൊന്നുമില്ല. കാരണം നമ്മൾ ആസ് എ ബിഗിനർ നല്ല ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു വന്നത്. സോ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടി, റൈഫിൾ ക്ലബ്, ഭീഷ്മപർവം. ഓക്കെ, ഇപ്പം ഈ പടത്തിലുള്ള ഒരാൾ ഇപ്പൊ ഇവിടെ ഇല്ല, ബാബു ചേട്ടൻ ഇവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ ശബരി ചേട്ടനോട് ചോദിക്കുകയാണ്, ഈ ആക്ഷൻ സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും ബാബു ആന്റണിയുടെ ഫൈറ്റ് കാണാനായിട്ട് പ്രേക്ഷകർക്ക് ഒരു പ്രത്യേക എക്സൈറ്റ്മെന്റ് ഉണ്ടാകും. ആ എലമെന്റ് എത്രത്തോളം നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ചേട്ടാ? എക്സ്പെക്ട് ചെയ്യാം. ബാബു ആന്റണിയെ കൊണ്ടുവന്നിട്ട് നമ്മള്, അതെ, അപ്പൊ അതിന്റെ ഒരു എലമെന്റ്സ് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ആ ഒരു പ്രേക്ഷകർക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള. എനിക്ക് തോന്നുന്നു ബാബുച്ചേട്ടന്റെ ആ ഒരു ഫൈറ്റും പരിപാടിയും മാത്രം അല്ലാതെ സ്ക്രീൻ ടൈം, ഒരു പുള്ളിയുടെ ഒരു ട്രാക്ക് ഉണ്ട്, അതൊരു ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. അതിലൊരു ഇമോഷണൽ ജേർണി എല്ലാം പലതും വരുന്നുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അധികം സ്റ്റാർ കാസ്റ്റ് ഉള്ളതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും കണക്റ്റഡ് ആണോ ഇൻ ദ ഫിലിം? എല്ലാവർക്കും ഒരുമിച്ച് കോമ്പിനേഷൻ സീൻസ് വരുന്നുണ്ടോ? എങ്ങനെയാണ്? ഇവരെല്ലാം കണക്റ്റഡ് ആണ്. ഇനി ലെറ്റ്സ് ടോക്ക് അബൌട്ട് സാഹസം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തിട്ടില്ല ഏറ്റവും വളരെ, എനിക്കറിയാം ഇത് ഫ്രഷ് ക്വസ്റ്റ്യൻ ആണെന്ന്, പക്ഷെ എനിക്ക് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് എന്തായാലും നിങ്ങൾ ചോദിച്ചേ പറ്റുള്ളൂ എന്ന്. നിങ്ങളൊരു ദിവസം എണീക്കാണ്, യാതൊരുവിധ റെസ്ട്രിക്ഷൻസ്, അത് വീട്ടിൽ നിന്നുമില്ല, നാട്ടിൽ നിന്നുമില്ല, സൊസൈറ്റിയിൽ നിന്നില്ല, ലോയിന്നുമില്ല. നിങ്ങൾ അന്ന് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ സാഹസിക പ്രവൃത്തി എന്തായിരിക്കും? നരേൻ ചേട്ടൻ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ ചോദിച്ചാൽ ആലോചിക്കേണ്ടി വരും. മറ്റേ ചോദ്യത്തിന് എനിക്കൊരു ഉത്തരം ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ സാഹസം ചെയ്തെന്ന് പറഞ്ഞാൽ
സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിച്ചതാണ് ഏറ്റവും വലിയ സാഹസം. അത് വേണമായിരുന്നു ഇല്ല വേണമായിരുന്നു അത് അങ്ങനെ ഡബിൾ തോട്ട്സ് ഒക്കെ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? അങ്ങനൊന്നുമില്ല. പക്ഷെ പറയാൻ പറ്റില്ല അല്ലേ? പിന്നെ ഇപ്പൊ ഈ ചോദ്യം എണീറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞു എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഒന്നുമില്ല. അത് പറയാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് ഇപ്പൊ ചേട്ടാ ആക്ച്വലി 2 വർഷം കൂടെ കഴിഞ്ഞാൽ യു ആർ കംപ്ലീറ്റിംഗ് 25 years ഇൻ സിനിമ. ആണോ? 2002 ആദ്യത്തെ ചിത്രം ചെയ്തത്. ശരിയാ. ഞാൻ 2004 എപ്പോഴും മൈൻഡിൽ. 2002 കറക്റ്റ് അല്ലെ? 2002 അത് കഴിഞ്ഞ് വീണ്ടും അസിസ്റ്റന്റ് ക്യാമറമാൻ ആയിട്ട് 2 വർഷം വർക്ക് ചെയ്തു. അപ്പൊ അത് ഞാൻ പെട്ടെന്ന് അത് സിനിമ പഠിക്കാനുള്ള ഇതുകൊണ്ടാണോ അതോ അവസരങ്ങൾ വരാഞ്ഞോണ്ടാണോ പിന്നീട് അസിസ്റ്റന്റ് ക്യാമറമാൻ ആയിട്ട്? ഞാൻ അസിസ്റ്റന്റ് ക്യാമറമാൻ ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഈ പടം ചെയ്തത്. ഞാൻ അതിൽ അസിസ്റ്റന്റ് ക്യാമറമാനും ആയിരുന്നു ആ പടത്തില്. അങ്ങനെ ഒരു റോള് ചെയ്തതാണ്. എന്നിട്ട് വീണ്ടും അസിസ്റ്റന്റ് ആയിട്ട് തുടർന്ന് 2 വർഷം വർക്ക് ചെയ്തതിനു ശേഷം ചാൻസ് അന്വേഷിച്ച് നടക്കുന്നതിന്റെ ഇടയിലാണ് ഫോർ ദ പീപ്പിൾ വന്നത്. നൈസ്. അപ്പം ആദ്യമേ സിനിമയിലേക്ക് വരുമ്പോ ബിഹൈൻഡ് ദ ക്യാമറ നിൽക്കണം എന്നുള്ള ആഗ്രഹം വെച്ചിട്ടായിരുന്നു സിനിമയിൽ? 7ാം ക്ലാസ് മുതൽ ആക്ടർ ആവണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. സിനിമയിലേക്ക് വരാൻ വേണ്ടി പല വഴികളും നോക്കുമ്പോൾ എനിക്ക് എത്താനുള്ള ഒരു വഴിയായിരുന്നു ഇതിനെ കുറിച്ച് പഠിക്കാം, ഡയറക്ഷൻ പഠിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വീട്ടിൽ നിന്ന് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് അവർ ഓക്കെ പറഞ്ഞിട്ടാണ് ഞാൻ നല്ല സ്റ്റിൽസ് എടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിനിമാറ്റോഗ്രാഫി പഠിച്ച് രാജീവ് മേനൻ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയി. പിന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് 2 വർഷത്തിൽ 2-3 തവണ റിസൈൻ ചെയ്തു. ചാൻസ് അന്വേഷിച്ച് നടക്കാൻ ഒന്നും നടന്നില്ല, തിരിച്ചു വരുന്നു. അപ്പൊ അതിന്റെ ഇടയിലാണ് നിഴൽക്കുത്ത് സംഭവിച്ചത്. ഫോർ ദ പീപ്പിൾ ആയിരുന്നു ഒരു ബ്രേക്ക് തന്ന മൂവി. എങ്ങനെയായിരുന്നു അപ്പൊ അതിലേക്ക് ജയരാജ് സർ എത്തിയത്? അല്ല, ഞാൻ ഈ സ്റ്റിൽസ് കൊടുക്കുമായിരുന്നു. കുറെ ഡയറക്ടേഴ്സിനെ മീറ്റ് ചെയ്യുമായിരുന്നു. ഈ സ്ഥലം നമ്മള് ചാൻസ് അന്വേഷണം നടക്കുന്നതിന്റെ ഭാഗമായി. അപ്പൊ അദ്ദേഹത്തിന് സ്റ്റില്ല് കണ്ടു. അപ്പൊ ഞാൻ ഈ അസിസ്റ്റന്റ് ക്യാമറമാൻ ആണെന്നുള്ളത് പലവർക്കും അന്നൊരു പ്രശ്നമായിരുന്നു. വെച്ചാൽ ഇയാൾ എന്തിനാ അഭിനയിക്കാൻ വരണം, പലരും ഉപദേശിച്ചു വിടുമായിരുന്നു. മണ്ടത്തരം ചെയ്യരുത്, രാജീവിന്റെ അസിസ്റ്റന്റ് ആണ്, ഡോണ്ട് ലീവ്. പിന്നെ അത് പറയൽ നിർത്തി. ഇതാണല്ലോ പ്രശ്നം. പക്ഷെ ഞാൻ ജയരാജ് സാറിന്റെ അടുത്ത് സ്റ്റിൽസ് കൊടുത്തത് അന്ന് സതീഷ് എന്ന് പറഞ്ഞു. സതീഷ് നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജിന്റെ ഒക്കെ പ്രൊഡ്യൂസറാണ്. അപ്പൊ സതീഷും പിന്നെ രമേശ് ചേച്ചി, ജനാർദ്ദൻ ചേട്ടന്റെ മകളുണ്ടായിരുന്നു. അവരൊരു ആഡ് ഏജൻസി നടത്തിയിരുന്നു. അപ്പൊ അവര് സ്റ്റിൽസ് കൊടുക്കുക ചെയ്ത് ജയരാജ് സാറിന്റെ അടുത്ത്. ജയരാജ് സാറിന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഇത് എന്റെ പേര് സുനിൽ എന്നായിരുന്നു. അപ്പൊ സുനിൽ രാജീവ് മേന്റെ അസിസ്റ്റന്റ് ആണ്. അപ്പൊ അത് പക്ഷെ ജയരാജ് സാർ അത് പോസിറ്റീവായിട്ട് എടുത്ത്. ഒരു ക്യാമറമാൻ അഭിനയിക്കാൻ താല്പര്യമുണ്ട്, എന്നാ അയാളെ ഒന്ന് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അദ്ദേഹത്തെ കാണുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് ഫോർ ദ പീപ്പിൾ ക്യാമറ വർക്ക് ചെയ്യുന്നോന്നാ ചോദിച്ചത്. ഞാൻ പുള്ളിയ സാർ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ആക്ടിങ്ങിൽ വന്നു. അങ്ങനെയായിരുന്നു. അപ്പം ആക്ച്വലി ഫോർ ദ പീപ്പിളിലാണ് നമുക്ക് അധികം എനിക്ക് അറിയണ്ടായിരുന്നില്ല. എനിക്ക് ശബരീഷ് ചേട്ടൻ പറഞ്ഞപ്പോഴായിരുന്നു സുനിൽ കുമാർ എന്ന് പറയുന്ന ഒരു പേര് മുൻപ് ഉണ്ടായിരുന്നു. സുനിലൊക്കെ ഫോർ ദ പീപ്പിൾ അച്ഛൻ്റെ അമ്മയിൽ സുനിലായിരുന്നു. ആണല്ലേ? ക്ലാസ്മേറ്റ്സ് മുതലാണ് നരേൻ. ഞാൻ അച്ഛൻ്റെ അമ്മ കഴിഞ്ഞപ്പോൾ തമിഴിലേക്ക് പോയി. തമിഴിൽ പോയപ്പോൾ എനിക്ക് സുനിൽ എന്നുള്ള പേര് മാറ്റുന്നത് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ഭയങ്കര കോമൺ നെയിം ആയതുകൊണ്ട്. ഇപ്പൊ തമിഴിലേക്ക് പോയപ്പോൾ അങ്ങനെ ഒരു ഇൻഡസ്ട്രിയിലേക്ക് പോകല്ലേ. അപ്പൊ ഡയറക്ടർ പറഞ്ഞു സുനിൽ എന്നുള്ള പേരൊന്നും നീ വേറെ വല്ല പേരും. ഓക്കെ ഫൈൻ. അങ്ങനെ ഒരു പല പേരുകളും ഇടയിൽ വന്ന് ഇട്ട ഒരു പേരാണ്. ഞാൻ തന്നെ ഞാൻ കുറെ ഡയറക്ടേഴ്സിന്റെ അടുത്ത് ചോദിച്ചു പേര് മാറ്റാനൊക്കെ. പക്ഷെ ആരും അങ്ങനെ. ഞാൻ ജയരാജ് സാറിന്റെ അടുത്ത് പറഞ്ഞു, സത്യൻ സാറിന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ അവരൊക്കെ സുനിൽ തന്നെ മതി. പിന്നെ തമിഴിൽ പോയപ്പോ ഞാൻ അങ്ങനെ ഒരു നിമിത്തം വെച്ച് ഇട്ടൊരു പേരാണ് നരേൻ. പക്ഷെ അന്ന് ഞാൻ അറിഞ്ഞില്ല മലയാളത്തിൽ അങ്ങനെ ഒരു പേരില്ല എന്നുള്ളത് അറിഞ്ഞില്ല. അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അന്ന് ഉണ്ടായിരുന്നു. നരൻ എന്നാണ് അന്ന് വിളിച്ചിരുന്നത്. കാരണം അന്ന് നരൻ എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങി ഹിറ്റാവും. അപ്പൊ ഞാൻ എന്നിട്ട് അന്നൊക്കെ ഇന്റർവ്യൂല് നരേൻ ഞാൻ തന്നെ പറയുമായിരുന്നു. എന്താണ് ഈ നരേൻ എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം എന്താണ്? നാരായണൻ എന്നുള്ള ഇതാണെന്നാണ് ഞാൻ അതുണ്ട്. പിന്നെ ഒരു നരേൻ എന്ന് പറയുമ്പോ മനുഷ്യൻ എന്നുള്ളൊരു അതിനൊരു സ്പെസിഫിക് അർത്ഥം അങ്ങനെ സ്പെസിഫിക് ആയിട്ടില്ല. നരേന്ദ്രനൊക്കെ ഉണ്ട്, പക്ഷെ നാരായണന്റെ ഒരു ഇതായിരിക്കാം ഇവിടെ കേരളത്തില്. ബാക്കി പല സ്ഥലങ്ങളിലും കോമൺ നെയിം ആണല്ലേ? വീട്ടിലൊക്കെ ഇപ്പോഴും നരേൻ വിളിക്കാതെ അമ്മയൊക്കെ നരേൻ നേട്ടാ ചിരിക്കും. അമ്മയൊക്കെ ഫോൺ എടുത്തിട്ട് ഹലോ നരേൻ അറിയാം അമ്മേ. അമ്മയൊക്കെ സുനീൽ എന്നാണ്. ആക്ച്വലി സുനിൽ അല്ല, സുനീൽ എന്നാണ്. അച്ഛനും അമ്മയും മാത്രമേ സുനീൽ എന്ന് വിളിക്കുന്നവർ, ബാക്കിയൊക്കെ സുനിൽ എന്നാ വിളിക്കും. അപ്പം ഉത്തരം ആലോചിച്ച് വെച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇൻവോൾവ് ആയിപ്പോയി. കഥ കേൾക്കുമായിരുന്നു നിങ്ങൾ. എന്നാലും ടൈം അപ്പ്
ഗൗരി പറയൂ. ഒരു റെസ്ട്രിക്ഷനും ഇല്ല, എന്ത് സാഹചര്യത്തിനായിരിക്കും ഗൗരി ഒരുങ്ങുക? അല്ല, ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ടും നമുക്ക് എല്ലാവർക്കും അല്ല പറയട്ടെ, ഞാനത് പറഞ്ഞോട്ടെ. നമുക്കെപ്പോഴും രാത്രി പുറത്തിറങ്ങുമ്പോൾ വീട്ടിലെല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടല്ലോ, സേഫ്റ്റിയുടെ കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനത്തെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ പെൺകുട്ടികൾക്കും രാത്രി അങ്ങ് ഓപ്പൺ ആയിട്ട് സേഫ്റ്റിയുടെ ഒരു കൺസേൺ ഇല്ലാതെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു പ്രിവിലേജ് ആണെന്ന് തോന്നുന്നു. അത് ഞാൻ പലപ്പോഴും മെയിൽ ജെൻഡറിനെ എൻവി ചെയ്യുന്ന ഒരു സംഭവമാണ്. ആ ഒരു ഇപ്പൊ എനിക്കൊരു ചേട്ടനാണ് ഉള്ളത്. അപ്പോൾ അവിടെ വീട്ടിൽ തന്നെ നമുക്കൊരു അതവര് നമ്മളുടെ ഒരു കൺസേൺ ഉള്ളതുകൊണ്ട് തന്നെയാണ്, എസ്പെഷ്യലി ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് അത്ര സേഫ് അല്ല എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ എപ്പോഴും എനിക്ക് തോന്നുന്നു എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്, നമുക്ക് എന്താ രാത്രി ഒന്ന് ചുമ്മാ ഒരു ഡ്രൈവിനോ അല്ലെങ്കിൽ ചുമ്മാ നടു റോട്ടിൽ എന്തുകൊണ്ട് നടന്നുകൂടാ. ബിക്കോസ് ആ ഒരു പേടിയുണ്ടല്ലോ ഒരാളില്ലാതെ തന്നെ. അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ മിക്കവാറും ഞാൻ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്തത്. സാഹചര്യം ഇതാണ്, അത് സേഫ്റ്റി കുറവാണ്. ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലല്ലോ, ബാക്കി ആൾക്കാരും ഇറങ്ങൂലേ, അവർക്ക് റെസ്ട്രിക്ഷൻസ് ഇല്ലല്ലോ. അത് നമ്മൾക്ക് മാത്രമേ ഉള്ളൂ. പേഴ്സണലി അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ലെങ്കിൽ അങ്ങനെ ഞാൻ ചെയ്യുമെന്നാ പറയണേ. ശബരിശേഖരൻ നേരത്തെ ഉത്തരം പറഞ്ഞില്ല, ഉത്തരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഈ റെസ്ട്രിക്ഷൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നതിന് ഞാൻ ആലോചിക്കണം, ഞാൻ റെസ്ട്രിക്റ്റഡ് ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. റെസ്ട്രിക്ഷൻ ഇല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാവും, ഞാൻ വീട്ടിലിരിക്കും. പൊതുവെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളാണ്. റെസ്ട്രിക്ഷൻ ഇല്ലെങ്കിൽ വീട്ടിലിരിക്കും, കാരണം പുറത്തിറങ്ങി അത്രയും പ്രശ്നമാവുന്നു. വെറുതെ ഒന്നും വേണ്ട, വെറുതെ വീട്ടിലിരിക്കും അല്ലേ? അപ്പൊ ചേട്ടൻ എങ്ങനെ വെറുതെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പൊതുവെ? വെറുതെ ഇരിക്കലില്ല, പക്ഷെ വീട്ടില് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞാൽ എന്റേതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്, അതിലേക്ക് ഞാൻ വലിയാറുണ്ട് പലപ്പോഴും. ഏത് സഭകളിൽ നിന്നാണെങ്കിലും അതിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്താറുണ്ട്. ആലുവയില് ഞാനൊരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്. അധികം ആൾക്കാരെ ഞാൻ അവിടെ വരാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. ഫാമിലി ഇല്ലേ കൂടെ? ഇപ്പൊ പുതിയൊരു അതിഥി കൂടെ ഉണ്ടല്ലോ വീട്ടില്. ഉണ്ട്, അവര് വീട്ടിലാണ്. ഈ ഫ്ലാറ്റില് ഉണ്ടായിരുന്നു, വീട് റെനോവേഷൻ ഒക്കെ നടക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോ അങ്ങോട്ടേക്ക് മാറി. ഫ്ലാറ്റില് ഞാൻ എന്റെ ഒരു പേഴ്സണൽ സ്പേസ്. എങ്ങനെയുണ്ട് ഫാദർഹുഡ്, ന്യൂ ഫാദർ? ഓ, ഭയങ്കര രസമല്ലേ. സ്ലീപ്ലെസ് നൈറ്റ്സ്? അല്ല, അതൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞില്ലേ, 5 മാസമായി. ഒരു നല്ലൊരു പ്രായമായിരിക്കും. ഇപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ പ്രൊമോഷന്റെ ഒക്കെ ഭാഗമായിട്ട് ടൈം സ്പെൻഡ് കുറവാണ് എന്നുള്ളത്. അടുപ്പിച്ചടുപ്പിച്ച് 3ാമത്തെ പടമാണ് ഇപ്പൊ അടുപ്പിച്ചിങ്ങനെ വരുന്നത്. അപ്പൊ അതിന്റെ പ്രൊമോഷനും അതിന്റെ ഷൂട്ട് എല്ലാം അടുപ്പിച്ചടുപ്പിച്ചായിരുന്നു വന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, എങ്കിലും ഇത് ഉണ്ട്, മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട് അല്ലേ? പിന്നെ ഈസി ആയിട്ട്. ബ്യൂട്ടിഫുൾ. ചേട്ടൻ നേരത്തെ ആൻസർ പറഞ്ഞതായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ദിവസത്തെ ഇങ്ങനെ ഒരു കിട്ടി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ അതിന്റെ ഫാമിലി ആയിട്ട് ഞാൻ ഒരു വേൾഡ് ട്രിപ്പിന് അങ്ങോട്ട് പോകും. നമുക്ക് ഫ്ലൈറ്റിന്റെ പ്രശ്നമില്ല, അതിന് സ്റ്റേജ് ഒന്നും കുഴപ്പമില്ല. ലോകം മൊത്തം അങ്ങ് കറങ്ങി നോക്കും. ഒരു ദിവസം ലോകം ഇറങ്ങും. അല്ല, ഒരു ദിവസം ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പൊ ആ ദിവസത്തിന് നമ്മൾ ടിക്കറ്റ് ചെയ്തിട്ട് അതൊരു മാസത്തേക്ക് നമ്മൾ മാറ്റി. അല്ല, ഒരു ദിവസം ഇല്ലല്ലോ, അങ്ങനെ ചേട്ടൻ പറഞ്ഞത് ആ ഒരു ദിവസം ഞാൻ ടിക്കറ്റ് എടുത്ത് വെക്കുന്നതാണ്, എല്ലാം റെഡിയാക്കുന്നതാണ്. അതിനുള്ളത് ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ. ഇത് മാസത്തിൽ ഒരു ദിവസം ആക്കാൻ പറ്റുമോ? റംസാൻ, എനിക്ക് ആലോചിച്ചിട്ട് ഉത്തരവൊന്നും കിട്ടിയില്ല. ഞങ്ങളൊക്കെ വളരെ വേണമെങ്കിൽ ടോൾ പ്ലാസയിൽ ഒരു 10 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങാം, പൈസ കൊടുക്കണ്ടല്ലോ. ഒന്നാമത് കഷ്ടപ്പെട്ട് നമ്മള് വണ്ടി മേടിച്ച് നല്ല മനസ്സിന്റെ ഒരു അല്ല, ഈ കട്ടലൊക്കെ ചാടിട്ട് നമ്മള് പൈസ കൊടുക്കല്ലേ, അങ്ങനെ. അപ്പൊ അതില്ലാണ്ട് കുറച്ചാൾ വേണമെങ്കിൽ ഓടിക്കാം. അല്ല, സാഹസം ടോൾ പ്ലാസ ഒക്കെ പൊളിച്ചു കളയും. അതെ, ലോ ഇല്ലല്ലോ, അതൊക്കെ പൊളിച്ചു കളയാം. ഒരു ബുൾഡോസർ ആദ്യം അടിച്ചു മാറ്റും, JCB. ഓക്കെ, എന്നിട്ട് ഇറങ്ങി ടോൾ പ്ലാസകളൊക്കെ പൊളിക്കും. കാർ അടിച്ചു മാറ്റുക. എനിക്ക് അല്ല, ഇതിന്റെ കാര്യം പറഞ്ഞു. നമുക്ക് ഇത് പൊളിച്ചു കഴിഞ്ഞിട്ട് കാറിൽ അങ്ങോട്ട് കിടക്കാം. വാച്ചൊക്കെ മോഷ്ടിക്കുന്നു. പ്രശ്നമില്ലല്ലോ, 24 hours കിട്ടുമല്ലേ. രാത്രി മോഷ്ടിക്കാം, രാവിലെ നമുക്ക് പൊളിക്കാം. അത് ആക്ച്വലി ആലോചിച്ചു, രാവിലെ തന്നെ പോയി എവിടെയെങ്കിലും മോഷ്ടിക്കും. കള്ളന്മാര് കുറെ പേരുണ്ടല്ലോ വീട്ടിൽ കയറി. അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഫോർ ദ പീപ്പിളിൽ റെബൽസ് ഉണ്ടല്ലോ, ഫോർ ദ പീപ്പിളിൽ മറ്റേ റെബൽസ് ഉണ്ടല്ലോ, അവർക്ക് ഓരോരുത്തരും വന്നിട്ട് അവര് അതുപോലത്തെ ഒരു കാര്യമാണ് ഏറ്റവും നല്ലത്. എന്തായാലും റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ വളരെ എൻജോയ് ചെയ്ത് ഫ്രീ ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന മൂവിയാണ് സാഹസം, which will hit theaters on August 8th. അപ്പം ഇവരെല്ലാരും ഉണ്ടാകും, ഒപ്പം വേറെ കുറെ ആൾക്കാരും ഉണ്ടാകും. നമ്മളെല്ലാരും ഒരുപാട് ചിരിക്കാനായിട്ടാണ് റെഡി ആയിരിക്കുന്നത്. ചിരി മാത്രമല്ല, എല്ലാ രീതിയിലുള്ള ഇമോഷൻസും പടത്തിലുണ്ടാവും. ഓക്കെ, അപ്പം ദാറ്റ്സ് എ പ്രോമിസ് ഫ്രം റംസാൻ ആൻഡ് ടീം.
അത് നമുക്ക് എന്തായാലും തിയേറ്റേഴ്സിൽ എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റെതായ ടെൻഷനും ഇൻട്രസ്റ്റിംഗ് പ്ലോട്ട്സും ഇമോഷണൽ ഡ്രാമയും വിഷമവും എന്നാ ഹാപ്പിനെസ്സും എല്ലാം എല്ലാം കൂടി ഇൻകോപ്പറേറ്റഡ് ആണ് ഈ സിനിമ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇവരെ ഇനി ഓഗസ്റ്റ് 8-ാം തീയതി തിയേറ്റേഴ്സിൽ കാണാം. Yes. സിനിമ കണ്ടിട്ട് നമ്മളെല്ലാവരും നിങ്ങളുടെ അടുത്ത് അഭിപ്രായം പറയുന്നതായിരിക്കും. താങ്ക് യു. Thank you, മീനാക്ഷി. എപ്പോഴും സിനിമയുടെ അഭിപ്രായം പറയുന്ന ലിസ്റ്റിൽ ഉള്ളൊരാളാണ്. ആണല്ലേ? ഞാൻ മെസ്സേജ് അയക്കാറുണ്ട്.